ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മൾ മൂന്നാർ ട്രിപ്പിൽ നിന്ന് വട്ടവടയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ വിചാരിച്ചു 45 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്താം എന്നൊക്കെയായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ലായിരുന്നു. മൂന്നാറിൽ നിന്ന് കോവിലൂർ വഴി വട്ടവടയിലേക്ക് കയറിയതും ഫുള്ള് സ്റ്റക്ക്. റോഡിങ്ങനെ ജസ്റ്റ് വണ്ടി ഓടുന്നു എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഫുൾ ടോട്ടൽ ബ്ലോക്കായിരുന്നു. പിന്നെ സീസൺ സമയമായതുകൊണ്ട് നല്ല ആളും വണ്ടിയൊക്കെ ആയിരുന്നു. വട്ടവടയ്ക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലേക്ക് വരെ നമ്മൾ എത്തിപ്പെട്ടായിരുന്നു. എന്തായാലും ഒരു പീസ്ഫുള്ളി നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കൊരു സമാധാനമായത്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, നമ്മൾ ചെയ്യാനും പോകാനും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ സമയം അതുപോലെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഒരു ജീപ്പ് എടുത്തിട്ട് പഴത്തോട്ടം വ്യൂ പോയിൻ്റാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പേ വേറെ ഒരു സ്ഥലത്തൊക്കെ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്, സിൽവർ വാട്ടർഫാളിലേക്ക്. കഴിഞ്ഞ വട്ടം ഒന്നും വന്നപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നതും അത്രയും നേരം വലിയ ആളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കും നിറച്ച് ആളും ബഹളമൊക്കെ ആയി. അങ്ങനെ അവിടെ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്തില്ല. നേരെ ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ് പോയത്. ഈ ആൾക്കാരുടെ തിക്കും തിരക്കും ബഹളമൊക്കെ കൊണ്ട് ഇങ്ങനെ ഫുൾ മറച്ചേക്കുവാണ്. കാരണം വരുന്ന ആൾക്കാർ മുഴുവൻ ഇങ്ങനെ സ്ട്രോബെറി വാങ്ങാതെ തന്നെ അവിടെ നിന്ന് തന്നെ പറിച്ച് വയറ് നിറച്ച് തിന്നിട്ട് പോകുന്നു എന്നൊക്കെയുള്ള രാതിയാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അവിടുന്ന് നമ്മൾ നേരെ ഈ വ്യൂ പോയിന്റിലേക്കാണ് വന്നത്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ടോട്ടലി നമ്മൾ ഡെസ്പായി പോയേനെ. വട്ടവടയുടെ ഒരു മൊത്തം ഭംഗി നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാലും 3 സംസ്ഥാനങ്ങളുടെ ബോർഡർ കാണാം: കേരളം, തമിഴ്നാട്, കർണാടക. അങ്ങനെ ഈ 3 സ്ഥലങ്ങൾ കറങ്ങാനുള്ള ഒരു ടൈമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് റോഡ് സൈഡിൽ നമ്മൾ ഈ പൂ കണ്ടത്. അപ്പം തന്നെ വണ്ടി നിർത്തി ആ ചേട്ടൻ നമുക്കൊരു ഇത്രയും പൂക്കളാണല്ലോ പറിച്ചു തന്നത്. ഇതാണ് എവർലാസ്റ്റിംഗ് ഫ്ലവേഴ്സ്. വാടാത്ത പൂക്കളോ കൊല്ലങ്ങളോളം അങ്ങനെ വാടാതെ നിൽക്കുന്നതാണ്. ഊട്ടിയിൽ മാത്രമല്ല വട്ടവടയിൽ ഇതുപോലത്തെ പൂക്കളുണ്ടാവും. നമുക്ക് ജീപ്പിന് ടോട്ടൽ 2500 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ വേറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ വേഗം നിർത്തുകയാണ് ചെയ്തത്. നമുക്ക് മൂന്നാർ തിരിച്ചെത്തേണ്ടതുകൊണ്ട്. അപ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടുതൽ സമയം നമുക്ക് താമസിക്കാൻ പറ്റില്ല, നമ്മളെ കടത്തി വിടത്തില്ല. അങ്ങനെ ഉള്ള സമയത്തിന് ഒരു ജസ്റ്റ് ഓംലെറ്റും ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ 6 മണിയായപ്പോഴത്തേക്കും വട്ടവട വിട്ടു. തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മളിവനെ കണ്ടിട്ടുണ്ടായിരുന്നത്, കാട്ടുപോത്തിനെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് കാണുന്നത്. ഇതിനു മുമ്പ് വന്നപ്പോഴൊന്നും ഇതുപോലെ ലാവിഷായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവനെ കണ്ട സന്തോഷത്തിൽ ബ്ലോക്കിൽ കിടന്നത് നന്നായി എന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിച്ചു പോയി. വട്ടവടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച് വരുന്ന സമയത്ത് നമുക്കൊന്നിനെയും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇതുപോലത്തെ ഓരോ കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതും. എന്തായാലും ഈ ഒരു വട്ടവട യാത്ര ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടേ ഇല്ല. വാട്ടർഫാൾ കണ്ടു, സ്ട്രോബെറി തിന്നു, കാട്ടുപോത്തിനെ കണ്ടു, എവർലാസ്റ്റിംഗ് ഫ്ലവേഴ്സ് കിട്ടി. ചിലപ്പോഴൊക്കെ ഡെസ്റ്റിനേഷൻ അല്ല, നമ്മുടെ ജേണിയാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ മൂന്നാർ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഒരു കട്ട ബ്ലോക്ക് കിട്ടി. നമ്മൾ എങ്ങനെയൊക്കെയോ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.